ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാത്റൂം ചെരുപ്പ് എല്ലാവർക്കുമുള്ള ഒരു തലവേദന, ടെൻഷനാണ് ബാത്റൂം ചെരുപ്പ് കരിമ്പനടിക്കുന്നത് അഥവാ കറുത്തു പോവുക. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് അത്. ഉരച്ചൊരച്ച് കൈ വേദന ആവുന്നുണ്ട്. അപ്പോൾ പലരും ഇതൊരു മാസമൊക്കെ യൂസ് ചെയ്യും, പിന്നെ ഒഴിവാക്കി. ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ ആവും കേട്ടോ. അപ്പോൾ ഒഴിവാക്കി പിന്നെ പുതിയ ചെരുപ്പ് വാങ്ങും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന ഒരു വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെരുപ്പ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ, ആ ചെരുപ്പ് മുങ്ങിക്കിടക്കാൻ അളവിനുള്ള വെള്ളം എടുത്താൽ മതി. 3 ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ചൂടുള്ള വെള്ളമാണ് വേണ്ടത്, നല്ല ചൂട് വേണ്ട, ഒരു ചെറിയ ചൂടുള്ള വെള്ളം. പിന്നെ ഒരു 3 ടീസ്പൂണ് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇട്ടതിന് ശേഷം 3 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 ടീസ്പൂൺ വിനീഗർ കേട്ടോ. നമുക്ക് എത്ര ചെരുപ്പാണോ കഴുകാനുള്ളത്, ഒരു ചെരുപ്പിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. നമുക്ക് എത്ര ചെരുപ്പാണോ കഴുകാനുള്ളത് അത്രയും സാധനങ്ങൾ ഇടണം. പിന്നെ 3 ടീസ്പൂണ് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടീസ്പൂൺ ഡിഷ് വാഷ്, ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ആയാൽ മതി കേട്ടോ. അതും കൂടെ അതിലൊഴിച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പാണല്ലോ, ഇനിയിപ്പോൾ കല്ലുപ്പില്ലെങ്കിൽ നിങ്ങൾ പൊടിപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ കല്ലുപ്പാണ് ഒന്നും കൂടി നന്നായിട്ടുണ്ടാവുക. നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ചെരുപ്പ് ഇതിലിതുപോലെ കമിഴ്ത്തി വെക്കാം. അപ്പോൾ ചെരുപ്പാണല്ലോ, അത് പൊങ്ങിപ്പോവും. അപ്പോൾ പൊങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അതിൽ മുങ്ങിക്കിടന്നോളും. അപ്പോൾ ചെരുപ്പ് മുങ്ങാൻ അളവിനുള്ള വെള്ളയും നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എടുത്താൽ നമ്മൾ ഇട്ട സാധനത്തിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു പല്ല് തേക്കുന്ന ബ്രഷോ അല്ലെങ്കിൽ ചെരുപ്പ് ഉരക്കുന്ന ബ്രഷോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ തേച്ചാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. കഷ്ടപ്പെട്ട് ഉരക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഒരു മാസത്തിൽ ഒരു വട്ടം നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല പുത്തൻ ചെരുപ്പ് പോലെ നമുക്ക് ആയിക്കിട്ടും. ഇതിപ്പോൾ എനിക്ക് ഒരു 6 മാസം ആയിട്ടുണ്ടാകും തോന്നുന്നു ഈ ചെരുപ്പ്. ഇപ്പോൾ ഇത് ചെരുപ്പിന് ഒരു കേടും പറ്റിയിട്ടില്ല. പക്ഷെ ഇതുപോലെ അഴുക്ക് പിടിച്ച് നമുക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെ കാണുമ്പോൾ ബാത്റൂമിലിടാനും ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ നമ്മൾ പുതിയ ചെരുപ്പ് പോയി വാങ്ങുന്നതിന് പകരം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെരുപ്പ് നമുക്ക് നല്ല ക്ലീനായി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, പെട്ടെന്നാണ് ക്ലീൻ ആവുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടൊന്നും അരച്ചിട്ടില്ല. ഇനി ഇതാ കണ്ടോ, എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. സൈഡിൽ കൂടെയും എല്ലാം അടിച്ച് ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ പുതിയ നല്ല വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലിട്ടൊന്ന് ഒലുമ്പിയിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഒന്ന് മുക്കിയെടുത്തപ്പോൾ കണ്ടില്ലേ, പുതിയ ചെരുപ്പ് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ചെരുപ്പിനൊരു കേടും പറ്റിയിട്ടില്ല. പക്ഷേ ഇതുപോലെ അഴുക്ക് പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ചെരുപ്പ് നല്ല പുതിയതുപോലെ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.